നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് ഈസ്റ്റ് മുഴിക്കലിൽ 16-കാരിയെ കൊന്ന് ബന്ധുവായ യുവാവ് ജീവനൊടുക്കിയ സംഭവം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. കൂടുതൽ കൊലപാതകങ്ങൾ പ്രതി ലക്ഷ്യമിട്ടിരുന്നു. പക്ഷെ ഒരു കൊലപാതകത്തിൽ തന്നെ അത് അവസാനിക്കുകയായിരുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുള്ള നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കഴുത്തിൽ ഷോൾ മുറുക്കി ശ്വാസം മുട്ടിച്ചായിരുന്നു കൊലപാതകം നടത്തിയത്. യുവാവിനെ മറ്റൊരു മുറിയിൽ, അതായത് ഈ വീട്ടിൽ തന്നെ മറ്റൊരു മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിലും കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാനാവുകയുള്ളൂ. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. കൊലപാതകം നടക്കുന്ന സമയത്ത് വീട്ടിൽ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. മൂഴിക്കലിലെ വീട്ടിലേക്ക് 15 കിലോമീറ്റർ ദൂരത്ത് താമസിക്കുന്ന അദ്നാൻ എങ്ങനെ എത്തി? ആ ചോദ്യങ്ങളൊക്കെ ബാക്കിയാണ്. ഇയാൾ ഇവിടെ നിന്ന വ്യക്തിയാണ്, ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഈ വീട്ടിൽ. പക്ഷേ ഇയാളുടെ സ്വഭാവം കൊണ്ട് തന്നെ പുറത്തു പോകേണ്ടി വന്നു. അങ്ങനത്തെ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വീട്ടിലെ CCTV ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു. നേരത്തെ കുടുംബങ്ങൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. നിലവിൽ ബന്ധുക്കളെല്ലാവരും ആശുപത്രിയിലാണ്. അവരുടെ മാനസികാവസ്ഥയൊക്കെ കണക്കിലേക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കുടുംബത്തിന്റെ വിശദമായ മൊഴി, അതിനുശേഷം മാത്രമേ കൊലപാതകത്തിന്റെ കാരണം എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്, കൊടും ക്രൂരതയിലേക്ക് നയിച്ചത് എന്താണ് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഇന്ന് പുലർച്ചെയായിരുന്നു കൊലപാതകം നടന്നത്. കള്ളൻ കയറിയെന്ന് കരുതി പരിശോധിച്ചപ്പോഴാണ് 16-കാരി നസ്രീനയെ മുകൾ നിലയിലെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംഭവ സമയം നസ്രീനയുടെ അമ്മയും മുത്തശ്ശിയും സഹോദരനും വീട്ടിലുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ മുത്തശ്ശിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനും ഇയാൾ ശ്രമിച്ചു എന്ന വിവരവും പോലീസ് കണ്ടെത്തി. ഈസ്റ്റ് മൂഴിക്കലിലാണ് ഈ സംഭവം ഉണ്ടായത്. നാടിനെ നടുക്കിയ കൊടും കൊലപാതകവും പിന്നാലെ ഈ കൊലപാതകിയുടെ തന്നെ മരണവും സംഭവിച്ചിരിക്കുന്നത്. നസ്രീന, അദ്നാൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ സഹോദരിമാരുടെ മക്കളാണ്. 2 മുറികളായാണ് ഇവരെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ച 16-കാരി. ഇന്ന് രാവിലെയോടെയാണ് വിവരം പുറം ലോകം അറിഞ്ഞത്. ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത്. മാത്രമല്ല, പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ മുത്തശ്ശിയെ ഇയാൾ കൊല്ലാൻ ശ്രമിച്ചതായാണ് വിവരം. കൊലപാതക ശ്രമം പ്രതിരോധിച്ച മുത്തശ്ശി അദ്നാനെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം പെൺകുട്ടിയുടെ മുറിയിൽ എത്തിയപ്പോഴാണ് നസ്രീനയെ അബോധാവസ്ഥയിൽ കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പിന്നീട് മുറി തുറന്നു നോക്കുമ്പോഴാണ് അദ്നാനെ ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും അദ്നാന്റെ മരണത്തിൽ ചില ദുരൂഹതകളുണ്ട്. അദ്നാന്റെ മൃതദേഹത്തിൽ സെല്ലോ ടോപ്പ് ചുറ്റിയിരുന്നതായിട്ട് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് അദ്നാന്റെ മരണം സംബന്ധിച്ച സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല. ഇത്തരത്തിൽ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. 2 പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ കൂടുതൽ എന്തെങ്കിലും പറയാനാകൂ എന്ന നിലപാടിലാണ് അന്വേഷണ സംഘവുമായിരിക്കുന്നത്. അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നാൽ മാത്രമേ കൂടുതൽ സ്ഥിരീകരണത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇന്നലെ രാത്രി സുഹൃത്തിന്റെ വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞാണ് അദ്നാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അർദ്ധരാത്രിയിൽ കള്ളത്താക്കോൽ ഉപയോഗിച്ചാണ് യുവാവ് പെൺകുട്ടി താമസിക്കുന്ന വീടിനുള്ളിൽ കയറിയത്. 6 മാസം മുൻപ് വരെ അദ്നാനും ഇവിടെയാണ് താമസിച്ചിരുന്നത്. പിന്നീട് സാമ്പത്തിക വിഷയത്തിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് അദ്നാൻ വീട് വിട്ടിറങ്ങിയതെന്നാണ് നാട്ടുകാരടക്കമുള്ളവർ പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള വൈരാഗ്യമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിലവിലെ നിഗമനം. പെൺകുട്ടിയുടെ വീടിന്റെ 2ാം നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ചാണ് പ്രതി വീടിനുള്ളിൽ കയറിയത്. എന്തായാലും നാടിന് നടുക്കിയ കൊലപാതകമാണ്. കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങളൊക്കെ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നതേ ഉള്ളൂ. അതേസമയം ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുന്നു. നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാം. ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ലോൺ ആപ്പിന്റെ ഭീഷണി ഉണ്ടായിരുന്നു എന്നതിന് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടി. ഏപ്രിൽ 9-ന് നിതിന്റെ ഫോണിലേക്ക് 98 സന്ദേശങ്ങളാണ് വന്നത്. ഫോൺ കോളുകളും വാട്സാപ്പ് മെസ്സേജുകൾ ഉൾപ്പെടെയാണിത്. ഇൻസ്റ്റാ പേ എന്ന ആപ്പിൽ നിന്നാണ് ഭീഷണി. നിതിൻ രാജിന്റെ അധ്യാപികയ്ക്കും ആപ്പിൽ നിന്ന് സന്ദേശം എത്തിയിരുന്നു. അധ്യാപികയ്ക്ക് നിരന്തരം കോളുകളും മെസ്സേജുകളും വന്നതോടെയാണ് പ്രിൻസിപ്പലിനെ വിവരം അറിയിച്ചത്. അധ്യാപിക പരാതി നൽകുമെന്ന നിലപാടിലായിരുന്നു. പ്രിൻസിപ്പൽ വെള്ളിയാഴ്ച നിതിനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ലോൺ ആപ്പിലേക്ക് അധ്യാപികയുടെ നമ്പർ രജിസ്റ്റർ ചെയ്തത് താനല്ല എന്നായിരുന്നു നിതിൻ പറഞ്ഞത്. എന്നാൽ നിതിൻ തന്നെയാണ് നമ്പർ രജിസ്റ്റർ ചെയ്തതെന്ന് കണ്ടെത്തിയെന്നാണ് കോളേജ് അധികൃതർ നൽകുന്ന വിവരം. പ്രിൻസിപ്പളും മറ്റൊരു അധ്യാപകനുമായിരുന്നു ഓഫീസിൽ ഉണ്ടായിരുന്നതെന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. പ്രിൻസിപ്പൽ ഫോൺ പിടിച്ചുവെച്ചു. തുടർന്ന് നിതിൻ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്നത് വളരെ വിഷമത്തോടെയാണ് എന്നാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, സംഭവത്തിൽ പ്രതികളായ അധ്യാപകരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകില്ല. മതിയായ തെളിവുകൾ ശേഖരിച്ചിട്ട് മതി അറസ്റ്റ് എന്ന നിലപാടാണ് അന്വേഷണ സംഘം സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ ആരോപണ വിധേയരായ
2 അധ്യാപകരും ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം തിരുവനന്തപുരത്തെത്തിയ രക്ഷിതാക്കളുടെ അയൽവാസികളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വിദ്യാർത്ഥികൾ ഡോക്ടർ M.K. റാമിനെതിരെ ശക്തമായി രംഗത്തെത്തിയിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ്. M.K. റാമിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഓരോ വിദ്യാർത്ഥികളും വെളിപ്പെടുത്തുന്നത്. റാം നിരന്തരം നിതിനെ ജാതീയമായി അധിക്ഷേപിച്ചിരുന്നുവെന്നാണ് വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തൽ. എന്നാൽ അധിക്ഷേപം മാത്രമല്ല മരണത്തിന് കാരണമായതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ നിന്ന് കിട്ടുന്നത്. സ്റ്റാഫ് റൂമിൽ എന്താണ് സംഭവിച്ചതെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. സർ എന്ന് വിളിക്കാൻ പോലും തോന്നുന്നില്ല. ഒരു മൃഗമാ അത്. ഒരു കോളേജിലും ഒരു കുട്ടിയെയും പഠിപ്പിക്കാൻ പാടില്ല. സാർ അല്ല അത് എന്നതടക്കമുള്ള വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുമ്പോൾ തീർത്തും എന്താണ് സ്റ്റാഫ് റൂമിൽ സംഭവിച്ചതെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. നിതിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് അധ്യാപകനെതിരെ സഹപാഠികൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. നിതിന്റെ സഹപാഠികളൊക്കെ കഴിഞ്ഞ ദിവസം പ്രതികരിക്കേണ്ടായി. ഭയമുണ്ടായിരുന്നു അവർക്ക്. പക്ഷെ കഴിഞ്ഞ ദിവസം ഭയമെല്ലാം മാറ്റി അവർ പറയേണ്ട കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നിതിന്റെ പേപ്പർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഓരോ കുട്ടികളെ കൊണ്ടും വായിപ്പിച്ച് അവനെ വല്ലാതെ ദ്രോഹിച്ചു ഇയാളെന്നാണ്, ഈ അധ്യാപകൻ ചെയ്തു എന്നാണ് കുട്ടികൾ വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ബോഡി ഷെയ്മിങ് ചെയ്തിരുന്നു. തന്നെ ഫാറ്റി ഗേൾ എന്ന് വിളിക്കാറുണ്ട്. നിറം കുറവാണെങ്കിൽ കറുത്തിട്ടാണെന്ന് പറയും. നിറം കൂടിയ കുട്ടിയാണെങ്കിൽ ഓ യു ലുക്ക് ലൈക്ക് സിൻഡ്രല്ല എന്ന് പറയും. സീനിയേഴ്സിനോടും അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. അറ്റൻഡൻസ് കളയുമെന്നാണ് എല്ലാവരുടെയും പേടി. അങ്ങനെ ചെയ്താൽ പരീക്ഷ എഴുതാൻ പറ്റില്ല. ക്ലാസ്സിൽ വന്നാലും ഒന്നും പഠിപ്പിക്കില്ല. മതപരമായ കാര്യങ്ങൾ പറയുകയും ബോഡി ഷെയ്മിങ്ങുമാണ് ഈ അധ്യാപകൻ എന്ന വ്യക്തിയുടെ പ്രധാന ഹോബി എന്നാണ് വിദ്യാർത്ഥികളൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പഠിപ്പിക്കാതെ ചോദ്യം ചോദിക്കും. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇറക്കി വിടും. 3 മാസം അറ്റൻഡൻസ് ഇല്ലെന്ന് പറയും. പരാതി പറഞ്ഞാൽ സാറിന് പ്രശ്നമല്ല. താൻ ഒരാളെ കൊന്നിട്ടുണ്ടെന്ന് ഇയാൾ ക്ലാസ്സിൽ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തുന്നു. പലതവണ പരാതി കൊടുത്തിരുന്നു. പക്ഷെ ഒരു നടപടി ഇയാൾക്കെതിരെ ഉണ്ടായില്ല. പരാതി കൊടുത്താൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടമെന്ന് പറഞ്ഞ് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. നിതിനെ പലപ്പോഴും മാനസികമായി പീഡിപ്പിച്ചിരുന്നു. അവൻ വിഷമങ്ങളൊക്കെ പറയുമായിരുന്നു. ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയപ്പോൾ തന്നെ മാത്രം എന്തിനാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് വല്ലാതെ അവൻ വിഷമിച്ചിരുന്നുവെന്നും സഹപാഠികളൊക്കെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഈ കുട്ടികളൊക്കെ ജോയിൻ ചെയ്ത സമയം മുതൽ ഡോക്ടർ M.K. റാം എന്നയാളെ സൂക്ഷിക്കണമെന്ന് സീനിയേഴ്സ് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇയാളുടെ ക്ലാസ്സിനായി പേടിയോടെയാണ് കാത്തിരിക്കുന്നത്. ആദ്യമായി വന്ന ദിവസം ഗീത, ബൈബിൾ, ഖുറാൻ എന്നതിനെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. ഖുറാനെ മുസ്ലിം കുട്ടികളെ അധിക്ഷേപിച്ച് സംസാരിച്ച് ഇറങ്ങിപ്പോയി. അന്ന് എന്താണ് നടന്നതെന്ന് മനസ്സിലായില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇയാൾ ഇങ്ങനെയാണെന്ന് വ്യക്തമായി. താൻ ഒരാളെ കൊന്നിട്ടുണ്ടെന്ന് ഒരിക്കൽ ഇയാൾ പറഞ്ഞപ്പോൾ തള്ളാണെന്ന് കരുതി. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിലെ പ്രവർത്തികൾ കണ്ടപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കാണാമെന്ന് തോന്നി തുടങ്ങി. കാരണം ആ രീതിയിലൊരു സൈക്കോ ആയിരുന്നു അയാളെന്നും സഹപാഠികൾ പ്രതികരിക്കുന്നുണ്ട്. പരീക്ഷ എഴുതാൻ 80% അറ്റൻഡൻസ് വേണം. പലപ്പോഴും ക്ലാസ്സിൽ വന്നാലും ഇയാൾ അറ്റൻഡൻസ് തരില്ല. എല്ലാ വിദ്യാർത്ഥികളെയും ഇയാൾ അധിക്ഷേപിച്ച് സംസാരിക്കാറുണ്ട് എന്നതടക്കമുള്ള ഗുരുതര വെളിപ്പെടുത്തലുകൾ സഹപാഠികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.